നിങ്ങൾ മെറ്റാഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് കുറേ എന്താ പറയുക, നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. അതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പറയുന്നു എന്നതിനനുസരിച്ച് ആർക്ക് കാണിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കുണ്ട്? ഈ മെറ്റയുടെ എഐക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത്, മുന്നേ അത് റെലവൻ്റ് ആണ്, ഇപ്പോൾ കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറ്റാഡ്സിലേക്ക് നമ്മൾ ബിസിനസ്സിനെ കൊണ്ടുവരാണെന്ന് വിചാരിക്കുക, ബിസിനസ്സിൽ മെറ്റാഡ്സ് കൊണ്ടുവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ ആഡ് കാണുന്ന സമയത്ത് നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമറിന് എന്ത് ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് യഥാർത്ഥത്തിൽ എന്ത് ഫീലിങ്സാണ് ഉണ്ടാവേണ്ടത്, ഇത് തമ്മിൽ എന്താണോ ഒരു സിങ്ക് വരണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആഡ് കാണുന്ന സമയത്ത് അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അതുതന്നെയാണോ ചിന്തിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രീമിയം കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ ആഡ് കാണുന്ന സമയത്ത് നമ്മളുടെ പ്രീമിയം കസ്റ്റമർ ഇതെന്ത് പരസ്യം സ്കിപ്പ് ചെയ്ത് വിടാനാണ് ചാൻസ് വെച്ചെങ്കിൽ എന്ത് ചെയ്യും, എന്താ സംഭവിക്കുക, പുതിയ ഇത് പ്രകാരം വേറൊരു ടാർഗറ്റിലേക്ക് അത് പോകും. കാരണം ഇത് കൊള്ളാലോ എന്ന് തോന്നുന്ന വേറൊരു ടാർഗറ്റ് ഉണ്ടാവല്ലോ, അതിലേക്കായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. അപ്പോൾ മുന്നേ റെലവൻ്റ് ആണ്, മുന്നത്തേതിലേറെ ഇപ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മെറ്റാഡ്സിൽ ചെയ്യുന്ന ആഡ്സുകൾ, ക്രിയേറ്റീവ്സുകൾ, പോസ്റ്ററുകൾ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് കാണുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെറ്റാഡ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3 കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. ഒന്ന്, എന്താണ് ആക്ച്വലി ഇപ്പം പറയണത്. പല ആഡ്സിലും ക്ലാരിറ്റി ഉണ്ടാവില്ല, കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്താണെന്നുള്ളത് വരണം. രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു ബ്രാൻഡ്, ഒരു പെർസോൺ ഉണ്ടാവില്ല, ആ പേഴ്സണാലിറ്റിക്ക് മാച്ചായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ ഉണ്ടാവുക. പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിൽ ആ പ്രീമിയം സെഗ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടി വരിക, അല്ലേ, പ്രീമിയം വിഷ്വലായിട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇതൊക്കെ ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ക്ലാരിറ്റി കിട്ടണം. അവിടെ നമ്മൾ CTA, കാൾ ടു ആക്ഷൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ കാൾ ടു ആക്ഷൻ എന്ത് ചെയ്യണം, ലേൺ മോർ എന്നൊക്കെയാണ് പലരും കൊടുക്കുക. ലേൺ മോർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു ടോപ്പ് ഫണലിലൊക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പലപ്പോഴും അവിടെ സ്പെസിഫിക് ആക്കുമ്പോൾ റിസൾട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ ഒരു ആഡിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1-to-1 മീറ്റിംഗ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് CTA എന്ത് ചെയ്യാം, ഷെഡ്യൂൾ 1-to-1 മീറ്റിംഗ് ടു ഡിസ്കസ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ്, അത് മനസ്സിലാവുകയാണ്, കൃത്യം ക്ലാരിറ്റി വരികയാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച് ഒരു ആഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെറ്റാഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ആഡ് കാണുമ്പോൾ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ത് ചിന്തിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വേണം അത് ഫൈനലൈസ് ചെയ്യാൻ.